ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട് തിരുവള്ളൂരിൽ ഭാര്യയെ കൊന്ന് പ്ലാസ്റ്റിക് വീപ്പയിലാക്കി കുഴിച്ചുമൂടിയ യുവാവ് അറസ്റ്റിൽ. ഗുമ്മിടിപ്പുണ്ടി സ്വദേശി സിലംബരസനാണ് പിടിയിലായത്. പ്രിയയെയാണ് കൊലപ്പെടുത്തിയത്. 2 മാസത്തിന് ശേഷമാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത ഏറെ വൈകി 2 മാസത്തിന് ശേഷം പുറത്തു വരാനിടയ സാഹചര്യം എന്താണ്? ഇപ്പോൾ മാത്രമാണോ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന വിവരം കുടുംബക്കാരടക്കം അറിയുന്നത്? സുഹൈൽ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഗുമ്മിടിപ്പുണ്ടിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഈ ദീപാവലിയോടനുബന്ധിച്ച് സഹോദരിയെ കാണാനായി ഒരു സഹോദരൻ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴാണ് കഴിഞ്ഞ 2 മാസം മുൻപ് സഹോദരി മരിച്ചു എന്ന വിവരം സഹോദരൻ അറിയുന്നത്. അതായത് ഗുമ്മിടിപ്പൂണ്ടി സ്വദേശിയായിട്ടുള്ള സിലംബരസൻ എന്നയാളാണ് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ ഭാര്യ പ്രിയ, 26 വയസ്സുള്ള പ്രിയയാണ് കൊല്ലപ്പെട്ടത്. ഇവർ തമ്മിൽ ഏതാണ്ട് ഒരു 4-5 വർഷം മുൻപാണ് വിവാഹം ചെയ്തത്. 2 കുട്ടികൾ ഇവർക്കുണ്ട്. അപ്പോൾ ഈ കുട്ടികളുമൊത്ത് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതിനിടയിൽ ചില വാക്കേറ്റങ്ങളും ചില കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് പ്രിയ പലപ്പോഴായി പ്രിയയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ 2 മാസം മുൻപാണ് ഇവർ തമ്മിലുള്ള ഒരു വഴക്ക്. ഓഗസ്റ്റിൽ അത് വീട്ടിൽ വെച്ച് അത് വീണ്ടും സോൾവ് ചെയ്യുന്നു. പ്രിയയെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. അതിനുശേഷം ഒരു 2.5 മാസം ഈ പ്രിയയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ഈ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദീപാവലി ആയിട്ട് ഇന്നലെ സഹോദരൻ ഒക്കെ വാങ്ങിക്കൊണ്ട് സഹോദരി പ്രിയയെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗുമ്മിടിപ്പുണ്ടിയിലെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ സിലംബരസൻ അവിടെ ഇരുന്ന ഇഡ്ഡലിയും മട്ടൻ കറിയും ഒക്കെ കഴിക്കുന്നതാണ് കണ്ടത്. അയാൾ ഒരു പ്രത്യേക തരത്തിൽ ഒരു വലിയ ഇഡ്ഡലി തട്ടിൽ കുറെ ഇഡ്ഡലിയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കണ്ട് എന്തോ അസ്വാഭാവികത ആ വീട്ടിൽ കയറിയപ്പോൾ മുതൽ ഈ സഹോദരന് തോന്നിയിരുന്നു. അങ്ങനെ അയാൾ ചോദിച്ചതിന് പിന്നാലെ പ്രിയ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നല്ലോ, കുറച്ചു ദിവസം മുൻപ് വന്നിരുന്നു, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി, അതിന് പിന്നാലെ പ്രിയ അങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സഹോദരനെ, പ്രിയയുടെ സഹോദരനെ ഈ സിലംബരസൻ ആ വീട്ടിൽ നിന്നും അടിച്ച് പുറത്തേക്ക് വിടുകയാണ്. പിന്നാലെ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിലംബരസൻ ഈ ഒരു കുറ്റം ഏറ്റുപറയുന്നത്. നേരത്തെ തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, അതിന് പിന്നാലെ പ്രിയയെ മർദ്ദിച്ചു കൊന്നു, പ്ലാസ്റ്റിക് വീപ്പയിലാക്കി ബൈക്കിൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചതുപ്പിലേക്ക് കൊണ്ടുപോയി. ആ ചതുപ്പിൽ രാത്രി തന്നെ കുഴിച്ചു മൂടി എന്ന് സിലംബരസൻ പറഞ്ഞു. ഇതിന് പിന്നാലെ സിലംബരസനുമായി ഈ ചതുപ്പിലേക്ക് പോലീസ് എത്തി. ശേഷം പ്രിയയുടെ മൃതദേഹം കുഴിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും 2 മാസം മുൻപാണ് പ്രിയ കൊല്ലപ്പെട്ടത്. ആ വിവരം ഇരുചെവി അറിഞ്ഞില്ല. തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം പ്രിയ പിണങ്ങിപ്പോയി എന്ന് സിലംബരസൻ പറഞ്ഞു. പ്രിയയുടെ മക്കൾ പോലും, 2 കുട്ടികൾ പോലും പ്രിയ മരിച്ചത് അറിഞ്ഞില്ല. എന്തായാലും പ്രതിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പോലീസ് ഇയാളെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൈൽ, ഒത്തുപോകാൻ കഴിയാത്തതിനാലാണ് പ്രിയ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷെ അനുനയിപ്പിച്ച് അവർ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടക്കി അയച്ചു. അവിടെ നിന്ന് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി 2 മാസം ആ വിവരം സ്വന്തം കുഞ്ഞുങ്ങളെടുത്തുനിന്ന് പോലും മറച്ചുവെച്ചു. ഒടുക്കം വീപ്പയിലാക്കിയ മൃതദേഹമടക്കം കണ്ടെത്തിയത് സ്വന്തം സഹോദരൻ ദീപാവലി അവധിക്ക് സഹോദരിയെ കാണാനെത്തിയപ്പോൾ മാത്രം. അങ്ങേയറ്റം നടുക്കുന്ന ക്രൂരതയുടെ വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.